പത്തനംതിട്ടയിൽ നിന്നും 6 കിലോമീറ്റർ മാറി കടമ്മനിട്ടയെന്ന കുഞ്ഞു ഗ്രാമം. പുതിയ റിംഗ് റോഡ് വഴി വെട്ടിപ്പുറത്തുകൂടി കൊന്നമൂട് മുണ്ടുകോട്ടക്കൽ വഴി കടമ്മനിട്ടയിലെത്താം. ഹരിതാഭമായ വഴിയോരക്കാഴ്ചകൾ കണ്ട് കുന്നും മലയും ചെറിയ ചെറിയ വെള്ളച്ചാട്ടം, പിന്നെ തോടുകളും വയലും കൃഷിയിടവും ഒക്കെയായി മനോഹരമായൊരു യാത്രാ അനുഭവം ഏവർക്കും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മൾ കടമ്മനിട്ടയിൽ എത്തിയാൽ അവിടുന്ന് താഴേക്ക് പോകുന്ന റോഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഭഗവതി അമ്മയുടെ ശ്രീകോവിലും ആനക്കൊട്ടിലും. ഇനിയാണ് നമ്മുടെ നാടിന്റെ മഹത്വത്തിലേക്ക് കടക്കുന്നത്. കാഴ്ചയുണ്ടിത് മേടമാസത്തിൽ 8-ാം ദിവസി, ഈശ്വരിക്ക് പ്രധാനമാം ദിവസി. അതാണ് നാടിന്റെ മഹിമ. മേടമാസം 1-ാം ദിവസം നാളികേരം ഉടച്ചു തുടങ്ങുന്ന ആഘോഷങ്ങൾ 10 ദിവസം തുടരും. 8-ാം ദിവസം കടമ്മനിട്ട ഭഗവതിയുടെ പിറന്നാൾ, ഈശ്വരിക്ക് പ്രധാനമായ ദിവസം. 1-ാം പടയണി ഏകദേശം വിഷുദിവസം തന്നെ ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ അടുത്ത ദിവസം. മേടം വരുന്നതാണ് ശാസ്ത്രം. മേടം 1 മുതലാണ് അമ്മയുടെ ഉത്സവം. 10 നാൾ നിൽക്കുന്ന ആഘോഷങ്ങൾ, കോലം തുള്ളൽ, നാടകം, ഗാനമേള എന്നുവേണ്ട എല്ലാം ഓരോ ദിവസവും അമ്പലമുറ്റത്തു കാണാം. 1-ഉം 2-ഉം നാളിൽ ചൂട്ടുവയ്പ്, പ്രാർത്ഥന, ദീപാരാധന മാത്രം. 3-ാം ദിനം കോലം എഴുന്നള്ളിപ്പ് തുടങ്ങും. ഗണപതി മുതൽ ഭൈരവി, കാഞ്ഞിരമാല എന്നിവ കളത്തിലിറങ്ങും. പച്ചയും കരിയും പ്രകൃതി നൽകിയ ചായങ്ങൾ ചെത്തി മിനുക്കിയ പച്ചപ്പാളയിൽ വരച്ചു ചേർത്ത് കോലങ്ങൾ കളത്തിൽ ഉറഞ്ഞു തുള്ളും. മേടം 6-ാം ദിനം അടവിയോടെ കോലങ്ങൾക്ക് മാറ്റം വരും. പിന്നീട് കളത്തിൽ കൂട്ടക്കോലങ്ങളാണ് ചുവടുകൾ വക്കുന്നത്. മാടനും മറുതയും നായും നരിയും ഉറഞ്ഞു തുള്ളുന്ന ഉത്സവകാലം ഞങ്ങൾ വിളിക്കുന്ന തങ്കുട്ടൻ കൊച്ചാട്ടൻ എന്ന്. കടമ്മനിട്ട വാസുദേവൻ സാറും പ്രസന്നൻ കൊച്ചാട്ടനും രഘു കൊച്ചാട്ടനും അടങ്ങുന്ന ആശാന്മാരോടൊപ്പം പുതുതലമുറകൾ അടങ്ങുന്ന കടമ്മനിട്ട ഗോത്ര കലാകളരിയിലെ മിടുക്കന്മാരായ ശിഷ്യന്മാർക്കും ഉറക്കമില്ലാത്ത നാളുകൾ. അവർ അവതരിപ്പിക്കുന്ന കടമ്മനിട്ട പടയണിയിലെ കോലം തുള്ളൽ ലോകപ്രശസ്തമാണ്. ഇനിയും ഞാൻ കടമ്മനിട്ട ദേശം കാക്കുന്ന പരദേവത നമ്മുടെ നാട്ടിലെത്തിയ കഥ പറയാം. പണ്ട് പണ്ട് നമ്മുടെ ദേവി വസിച്ചിരുന്ന നാടും നാട്ടുകാരും എല്ലാം വേറൊരു ദേശമായിരുന്നു. മലയാലപ്പുഴ വാഴുന്ന ദേവിയും ചെങ്ങറയിൽ വാഴുന്ന ദേവിയും സഹോദരികളായിരുന്നു. രണ്ടു നാടും അഭിവൃദ്ധിയിൽ വളരെ മുന്നിലായിരുന്നു. മലയാലപ്പുഴ ഭഗവതി ചെങ്ങർ ദേശത്തു പോകുകയും അവിടെയുള്ള ഭഗവതിയോടൊപ്പം സമയം ചിലവഴിക്കുകയും നാട്ടിൽ കറങ്ങി നടക്കുകയും ചെയ്തിരുന്നു എന്ന് ശാസ്ത്രം. അതേപോലെ ചെങ്ങർ വാഴുന്ന ഭഗവതി മലയാലപ്പുഴയിലേക്കും യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെങ്ങർ ദേശത്തിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുകയും നാട്ടുപ്രമാണിമാർ പരസ്പരം തമ്മിൽ തല്ലുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്നത് പതിവായി. നാട്ടിൽ അരാജകത്വം ഉണ്ടാകുകയും ജനങ്ങളാകെ പട്ടിണിയിലും രോഗബാധിതരുമായി. ഇങ്ങനെ നാട്ടിൽ ജനങ്ങൾ ശത്രുക്കളെപ്പോലെ പരസ്പരം യുദ്ധം ചെയ്യുന്നത് കണ്ട് പാണ്ഡ്യദേശത്തെ 1000 പറ പറ്റങ്ങൾ എന്ന പാണ്ഡികൾ ചെങ്ങർ നാട്ടിലെത്തുകയും അവിടം മുഴുവനായും കൊള്ളയടിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും നശിപ്പിക്കുകയും നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുകയും ചെയ്തു. നാടുവാഴികൾ തമ്മിലുള്ള യുദ്ധവും അന്യനാടുകളിലെ മോഷ്ടാക്കളുടെ കടന്നുകയറ്റവും ചെങ്ങർ നാടിനെ നശിപ്പിച്ചു. ഭഗവതിക്ക് എല്ലാം കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. നാട്ടിൽ കൊള്ളിവെപ്പും കൊലവെറിയും മാത്രം നടന്നിരുന്ന കാലം. ഇതെല്ലാം കണ്ട് ഭഗവതി ദേഷ്യം മൂത്ത് നാടും നാട്ടുകാരെയും മുടിച്ചു വെണ്ണീറാക്കി കോവിൽ വിട്ടിറങ്ങി. നാട്ടിലുള്ള പ്രമാണിമാരെല്ലാം വസൂരിയും മാറാരോഗവും വന്നു നരകിക്കുന്ന കാലം. ദേവി സ്വന്തമായി ഒരു ആലയം അന്വേഷിച്ചു നടന്നിരുന്ന കാലം. കടമ്മനിട്ടയിൽ നിന്നും ഒരു കർഷകൻ ചെങ്ങർ ദേശത്തു വരുന്നു. നെടുവുംപ്ര കൊട്ടാരത്തിലെ വലിയോൻ എന്ന കർഷകൻ പുത്തൊഴിവ് എന്നൊരു കൃഷിരീതി പരീക്ഷിക്കാൻ ചെങ്ങർ നാട്ടിൽ എത്തിയ കാലം. ശ്രീകോവിൽ ഉപേക്ഷിച്ചു ഭഗവതി നാട്ടിൽ അലഞ്ഞു നടന്നിരുന്നു. തദവസരത്തിൽ ആ നാട്ടിലെത്തിയ കടമ്മനിട്ട നാട്ടിലെ തമ്പുരാനെ ദേവി കാണുകയും സുന്ദരിയായ ദേവിയുടെ ഉദ്ദേശം യോഗിയായിരുന്ന വലിയോൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാലും ഒന്നും അറിയാത്ത പോലെ സുന്ദരിയായ ദേവിയെ വലിയോൻ അവഗണിക്കുന്നു. പക്ഷേ ദേവി വലിയോൻ അറിയാതെ അദ്ദേഹത്തിന്റെ ഒലക്കുടയിൽ ഒളിക്കുകയും അദ്ദേഹത്തോടൊപ്പം സ്വന്തം നാടായ കടമ്മനിട്ടയിലേക്ക് വരികയും ചെയ്തു. നാട്ടിൽ എത്തിയ ഭഗവതി ആരും അറിയാതെ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തുള്ള കടമ്പ് മരത്തിൽ താമസം ആരംഭിച്ചു. പല നാളുകൾക്ക് ശേഷം ഒരിക്കൽ നെടുവുംപ്ര കൊട്ടാരത്തിന്റെ കിഴക്കുവശത്തെ ചെറിയ കുളത്തിൽ കൈയും കാലും കഴുകി വൃത്തിയാക്കുന്ന വലിയോൻ അടുത്തുള്ള മരത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുകയും അദ്ദേഹം അത് തന്റെ കൂടെ ഓലക്കുടയിൽ ചെങ്ങർ നിന്നും വന്ന ദേവിയാണെന്നും മനസ്സിലാക്കുന്നു. തന്റെ വീടിന്റെ നിലവറയിൽ മലയാലപ്പുഴ അമ്മയെ ഉപാസിക്കുന്ന തമ്പുരാൻ ചെങ്ങറയിൽ നിന്നും വന്ന ദേവിയെ അവിടെ മലയാലപ്പുഴ ദേവിയോടൊപ്പം പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു. അതേസമയം ദേവി തനിക്ക് വസിക്കാൻ പ്രത്യേകം ആലയം വേണമെന്ന് പറയുകയും പെട്ടെന്ന് കൈയിൽ പ്രത്യക്ഷപ്പെട്ട തന്റെ വില്ലെടുത്ത് അതിൽ ഒരു ശരം തൊടുക്കുകയും ചെയ്യുന്നു.
ഭഗവതി അയച്ച ശരം ഇന്നത്തെ ക്ഷേത്രത്തിൽ കാണുന്ന ബലിക്കൽ ഇരിക്കുന്ന സ്ഥലത്ത് പതിക്കുകയും വലിയോനും നാട്ടുകാരും കരക്കാരും ഉൾപ്പെടുന്നു കടമ്മനിട്ടയിലെ നാട്ടുപ്രമാണിമാരോടൊപ്പം ദേവിക്ക് ക്ഷേത്രം പണിയുകയും ചെയ്തു. സർവ്വദോഷപരിഹാരങ്ങൾക്കും ഭഗവതിയെ ഭജിച്ചാൽ ഗുണം ലഭിക്കും നിശ്ചയം. സർവ്വദോഷങ്ങളും മാറ്റി കടമ്മനിട്ട ഭഗവതി നാടിനും നാട്ടുകാർക്കും രക്ഷയേകുന്നു. വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് കടും പായസം നിവേദിക്കുന്നത് സർവ്വദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്നാണ് ശാസ്ത്രം. മേടമാസത്തിലെ പടേനി നാളിൽ കാലൻ കോലം വഴിപാട് നടത്തുന്നതും നല്ലതാണ്. കാലദോഷം തീർക്കാൻ കോലങ്ങൾ വഴിപാടുള്ള ക്ഷേത്രവും കടമ്മനിട്ട തന്നെ. എല്ലാം പ്രിയപ്പെട്ടവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.